നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് 26-ന് പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ ID കാർഡാണ്. എന്നാൽ ഈ കാർഡ് കൈവശമില്ലാത്തവർ ഒരുപാട് പേരുണ്ട്. അവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച ഇനി പറയുന്ന ഫോട്ടോ പതിച്ച മറ്റ് അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിക്കാം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. വോട്ടർ ID കാർഡിന് പകരം പോളിംഗ് ബൂത്തിൽ ഹാജരാക്കാവുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇനി പറയാൻ പോകുന്ന രേഖകൾ ഉണ്ടെങ്കിൽ വോട്ടേഴ്സ് ID ഇല്ലെങ്കിലും നമുക്ക് വോട്ട് ചെയ്യാം. ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ആധാർ കാർഡ്. രണ്ടാമത്തേത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ജോബ് കാർഡ്. ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്ക്. തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്. ഡ്രൈവിംഗ് ലൈസൻസ്. പാൻ കാർഡ്. ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന് കീഴിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകുന്ന സ്മാർട്ട് കാർഡ്. ഇന്ത്യൻ പാസ്പോർട്ട്. ഫോട്ടോ സഹിതമുള്ള പെൻഷൻ രേഖ. കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നിവയിലെ ജീവനക്കാർ ഉപയോഗിക്കുന്ന ഫോട്ടോ പതിച്ച ID കാർഡ്. പാർലമെന്റ് അംഗങ്ങൾ, നിയമസഭയിലെ അംഗങ്ങൾ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ. ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ്. അപ്പോൾ ഇതെല്ലാം വോട്ടേഴ്സ് ID പകരം ഉപയോഗിക്കാവുന്നതാണ്.